സദസ്സിനു വന്ദനം. ബഹുമാന്യരെ, എൻ്റെ കഥ രാപ്പാടി പറഞ്ഞ സത്യങ്ങൾ. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ കർഷകനും കുടുംബവും സുഖമായി ജീവിച്ചിരുന്നു. ഒരു രാത്രിയിൽ കർഷകൻ രാപ്പാടി പക്ഷിയുടെ മധുരമായ പാട്ട് കേട്ടു. എവിടെ നിന്നാണ് ഈ പാട്ട്? ആ, തേന്മാവിൻ കൊമ്പിൽ നിന്നാണല്ലോ. കർഷകൻ മാവിനടുത്തേക്ക് പോയി. തേന്മാവിൻ കൊമ്പിൽ രാപ്പാടി പക്ഷിയുടെ മനോഹരമായൊരു കൂട്. പിന്നെ എന്നും രാത്രികാലത്ത് രാപ്പാടി പക്ഷി മധുരമായി പാടും. കർഷകൻ സന്തോഷത്തോടും കൗതുകത്തോടും ഈ പാട്ട് കേൾക്കും. ദിവസങ്ങൾ കടന്നുപോയി. ദുരാഗ്രഹിയായ കർഷകൻ വിചാരിച്ചു, ഇത്രയധികം മധുരമായി പാടുന്ന ഈ പക്ഷിയെ എന്തുകൊണ്ട് എനിക്ക് സ്വന്തമാക്കിക്കൂടാ? കർഷകനൊരു ദുർബുദ്ധി തോന്നി. കർഷകൻ രാപ്പാടി പക്ഷിയെ പിടിക്കാനൊരു കെണിയൊരുക്കി. രാപ്പാടി പക്ഷി കെണിയിൽ അകപ്പെട്ടു. കർഷകൻ രാപ്പാടി പക്ഷിക്ക് വേണ്ടി മനോഹരമായൊരു കൂടുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് രാപ്പാടി പക്ഷിയെ കൂട്ടിലടച്ചു. രാപ്പാടി പക്ഷിക്ക് സങ്കടമായി. അന്ന് രാത്രി അവൾ പാടിയില്ല. കർഷകൻ കൂട്ടിനടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, എല്ലയോ സുന്ദരിയായ കൊച്ചി ഗായികയെ, നീ ഇപ്പോൾ എൻ്റെ സ്വന്തമാണ്. ഇനി എന്നും രാത്രികാലത്ത് നിന്റെ മധുരമായ പാട്ട് കേട്ട് എനിക്ക് സന്തോഷിക്കാം. നിനക്ക് ഞാൻ പാലും പഴവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേട്ട് രാപ്പാടി പക്ഷി പറഞ്ഞു, ക്ഷമിക്കണം കർഷക, ഞങ്ങൾ രാപ്പാടികൾ കൂട്ടിലിരുന്ന് പാടാറില്ല. പ്രകൃതിയിൽ സ്വതന്ത്രരായി വീഴ്ചാലേ ഞങ്ങൾക്ക് പാട്ട് വരൂ. എനിക്ക് നിങ്ങളുടെ പാലും പഴവും വേണ്ട. ഞാൻ ആഹാരം കഴിക്കില്ല. അങ്ങനെ ഞാൻ പട്ടിണി കടന്ന് ചാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ പാട്ട് കേൾക്കില്ല. ഇത് സത്യം. കർഷകന് ദേഷ്യം വന്നു. ധിക്കാരി, നീ അഹങ്കരിക്കുന്നു. ഞാൻ നിന്നെ കൊന്ന് കറി വെച്ച് കഴിക്കും. ഇത് കേട്ട് രാപ്പാടിക്ക് ഭയം തോന്നി. എല്ലയോ കർഷക, നിങ്ങൾ എന്നെ കൊല്ലല്ലേ. നിങ്ങൾ എന്നെ സ്വതന്ത്രരാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് 3 മഹനീയ സത്യങ്ങൾ പറഞ്ഞു തരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതായിരിക്കും. കർഷകൻ കുറച്ചു സമയത്തിനുള്ളിൽ രാപ്പാടി പക്ഷിയെ വിട്ടയച്ചു. രാപ്പാടി പക്ഷിക്ക് സന്തോഷമായി. രാപ്പാടി പക്ഷി ഉടൻ തന്നെ ചിറകടിച്ചുകൊണ്ട് തേന്മാവിൻ കൊമ്പിൽ പോയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ 3 സത്യങ്ങൾ കേട്ടുകൊള്ളൂ. ഒന്നാമത്തെ സത്യം ഇതാണ്: കെണിയിലകപ്പെട്ടു പ്രാണന് വേണ്ടി ജീവൻ കൊതിക്കുന്ന ഒരാൾ രക്ഷപ്പെടാൻ ഏത് വാഗ്ദാനവും ചെയ്യും. അത് വിശ്വസിച്ചുകൂടാ. രണ്ടാമത്തെ സത്യം ഇതാണ്: വരാനിരിക്കുന്ന സൗഭാഗ്യക്കാട് നല്ലത് കയ്യിലിരിക്കുന്ന അല്പമാണ്. വരാനിരിക്കുന്നതിന് വേണ്ടി കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെടുത്തരുത്. മൂന്നാമത്തതും അവസാനത്തതുമായ സത്യം കൂടി കേട്ടുകൊള്ളൂ: മടയത്തരങ്ങൾ ചെല്ലാൽ അതോർത്ത് ദുഃഖിച്ചിരിക്കരുത്. അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാം. ഇത്രയും പറഞ്ഞതോടെ രാപ്പാടി പക്ഷി ചിറകടിച്ചുകൊണ്ട് പറന്നു പോയി.